യാനി ചാന്യാനി ദേവേഷു ഗന്ധർവേഷു രഗേഷു ചാം രത്നഭൂതാനി ഭൂതാനി താനി മയ്യേവ ശോഭനേ. യാനി ചാന്യാനി ദേവേഷു ഗന്ധർവേഷു ഉരഗേഷു ച രത്നഭൂതാനി ഭൂതാനി താനി മയ്യേവ ശോഭനെ. ശോഭനെ ശോഭനയായ ദേവി ദേവേഷു ദേവന്മാരിലും ഗന്ധർവേഷു ഗന്ധർവന്മാരിലും ഉരകേഷു ഉരകങ്ങളിലും യാനി ഏതെല്ലാം അന്യാനി രത്നഭൂതാനി രത്നഭൂതങ്ങളായി മറ്റെന്തെല്ലാം ഉണ്ടോ ഭൂതാനി വസ്തുക്കളുണ്ടോ താനി താനി അവയെല്ലാം മയ്യേവ എന്നിൽ തന്നെയാണ്, അല്ലെങ്കിൽ എൻ്റെ പക്കൽ തന്നെയാണ്. ദേവന്മാരിലും ഗന്ധർവന്മാരിലും ഉരകങ്ങളിലും രത്നഭൂതങ്ങളായ മറ്റെന്തെല്ലാം വസ്തുക്കളുണ്ടോ അവയെല്ലാം എൻ്റെ പക്കൽ തന്നെയാണ്. സ്ത്രീരത്നഭൂതാം ത്വാം ദേവീം ലോകേ മന്യാമഹേ വയം സാ ത്വമസ്മാനുപാഗച്ഛാം യദോ രത്നഭുജോ വയം. സ്ത്രീരത്നഭൂതാം ത്വാം ദേവീം ലോകേ മന്യാമഹേ വയം സാ ത്വമസ്മാനുപാഗച്ഛ യദോ രത്നഭുജോ വയം. ദേവി അല്ലയോ ദേവി, ലോകേ ലോകത്തിൽ, ത്വാം നിന്നെ, സ്ത്രീരത്നഭൂതാം സ്ത്രീകളിൽ വെച്ച് രത്നഭൂതയാണെന്ന് വയം മന്യാമഹേ ഞങ്ങൾ കരുതുന്നു. വയം ഞങ്ങൾ രത്നഭുജ രത്നഭുക്കുക്കളാകുന്നു, അല്ലെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായവയെ അനുഭവിക്കുന്നവരാകുന്നു. യഥാ ഏതു കാരണത്താൽ, അല്ലെങ്കിൽ എന്ന കാരണത്താൽ, സാത്വം അപ്രകാരമുള്ള നീ, അസ്മാൻ ഉപാഗച്ഛ ഞങ്ങളെ പ്രാപിക്കുക. അല്ലയോ ദേവി, ഈ ലോകത്തിലുള്ള സ്ത്രീകളിൽ രത്നഭൂതയാണ് നീ എന്ന് ഞങ്ങൾ കരുതുന്നു, അല്ലെങ്കിൽ ശ്രേഷ്ഠയാണ്, ഏറ്റവും ശ്രേഷ്ഠയാണ് നീ എന്ന് ഞങ്ങൾ കരുതുന്നു. ഞങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായവയെ മാത്രം അനുഭവിക്കുന്നവരാണ്, അതുകൊണ്ട് നീ ഞങ്ങളെ പ്രാപിക്കുക. മാം വാമമാനുജം വാപി നിശുംഭമുരുവിക്രമം ഭജത്വം ചഞ്ചലാപാംഗീ രത്നഭൂതാസി വയ്യതാം. മാം വാ മമാനുജം വാപി നിശുംഭം ഉരുവിക്രമം ഭജത്വം ചഞ്ചലാപാംഗി രത്നഭൂതാസി വയ്യത. ചഞ്ചലാപാംഗി ചഞ്ചലമായ അപാംഗങ്ങളോട് കൂടിയവളെ, അല്ലെങ്കിൽ സുന്ദരി, ത്വം രത്നഭൂത അസി വൈ നീ രത്നഭൂതയാകുന്നുവല്ലോ. യഥാ അതുകൊണ്ട്, മാം വാ എന്നെയോ, മമ അനുജ എൻ്റെ അനുജനും, ഉരുവിക്രമം വലിയ വിക്രമമുള്ളവനുമായ നിശുംഭം വാപി നിശുംഭനെയോ ഭജ ഭജിക്കുക. അല്ലയോ സുന്ദരി, നീ സ്ത്രീകളിൽ വെച്ച് രത്നഭൂതയായതുകൊണ്ട് എന്നെയോ എൻ്റെ അനുജനും മഹാപരാക്രമിയുമായ നിശുംഭനെയോ ആശ്രയിക്കുക. പരമൈശ്വര്യമതുലം പ്രാപ്സ്യസേ മത്പരിഗ്രഹാത് ഏതദ് ബുദ്ധ്യാ സമാലോച്യ മത്പരിഗ്രഹതാം വ്രജാം. പരമൈശ്വര്യമതുലം പ്രാപ്സ്യസേ മത്പരിഗ്രഹാത് ഏതദ് ബുദ്ധ്യാ സമാലോച്യ മത്പരിഗ്രഹതാം വ്രജാം. മത്പരിഗ്രഹതാത് എന്നെ സ്വീകരിക്കുന്നത് കൊണ്ട് അതുലം തുല്യതയില്ലാത്തതും പരം ശ്രേഷ്ഠവുമായ ഐശ്വര്യം പ്രാപ്സ്യസേ ഐശ്വര്യത്തെ നീ പ്രാപിക്കും. ഏതത് ഇതിനെ ബുദ്ധ്യാ സമാലോച ബുദ്ധി കൊണ്ട് നല്ല പോലെ ആലോചിച്ചിട്ട് മത് എൻ്റെ പരിഗ്രഹത അല്ലെങ്കിൽ ഭാര്യാവരത്തെ വ്രജ കൈക്കൊള്ളുക. എന്നെ സ്വീകരിക്കുന്നത് കൊണ്ട് നിനക്ക് തുല്യതയില്ലാത്തതും പരമവുമായ ഐശ്വര്യം ലഭിക്കും. ഇക്കാര്യം ബുദ്ധി കൊണ്ട് നല്ലവണ്ണം ചിന്തിച്ച് എൻ്റെ ഭാര്യാപദം സ്വീകരിക്കുക. എന്നെയോ മഹാപരാക്രമിയായ എൻ്റെ അനുജനെയോ സ്വീകരിക്കുക എന്ന് മുൻ ശ്ലോകത്തിൽ പറഞ്ഞു. എങ്കിലും അനുജനെ സ്വീകരിക്കുന്നതിനേക്കാൾ മെച്ചം തന്നെ സ്വീകരിക്കുന്നതാണെന്നാണ് ശുംഭൻ്റെ അഭിപ്രായം.